പത്തനംതിട്ടയിൽ അൽഷിമേഴ്സ് രോഗബാധിതനായ 59-കാരനെ ക്രൂരമായി മർദ്ദിച്ച ഹോം നഴ്സ് അറസ്റ്റിൽ. കൊല്ലം കുന്നിക്കോട് സ്വദേശി വിഷ്ണുവാണ് അറസ്റ്റിലായത്. ശശിധരൻ പിള്ളയെ മർദ്ദിച്ച ശേഷം നഗ്നനാക്കി നിലത്തിട്ട് വലിച്ചിഴക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ ഹോം നഴ്സ് വിഷ്ണുവിനെതിരെ പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് വിഷ്ണുവിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. വിഷ്ണു ഏതെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ടാണോ രോഗിയെ മർദ്ദിച്ചത് എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ക്രൂരമായ മർദ്ദനം ഒരു മനുഷ്യനും ഇതുപോലെ ചെയ്യാൻ പാടില്ല, ഒരു മനുഷ്യനോടും. കാരണം അൽഷിമേഴ്സ് രോഗി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, തീർച്ചയായിട്ടും അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. 34 വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. പരിമല ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ 2 കാല് ഇവൻ തല്ലി ഒടിച്ചതിന് ശേഷമാണ് കെട്ടിവലിച്ചുകൊണ്ട് പോയേക്കുന്നത്. വളരെ മൃഗീയമായിട്ട് ക്യാമറയുടെ ബാക്കിലാണ് ഇവൻ കൊണ്ടുപോയി തല കൊണ്ടുവന്ന് ഇടിപ്പിച്ചിട്ടുള്ളത്. അടൂരിലെ ഏജൻസി വഴി 1.5 മാസം മുമ്പാണ് വിഷ്ണു എന്ന ഹോം നഴ്സിനെ ബന്ധുക്കൾ ജോലിക്ക് നിർത്തിയത്. ഗുരുതരമായി പരിക്കേറ്റതിൽ സംശയം തോന്നിയ ബന്ധുക്കൾ വീട്ടിലെ CCTV പരിശോധിച്ചപ്പോഴാണ് ക്രൂരകൃത്യത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവമുണ്ടായ മധ്യവയസ്കൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. 24 പത്തനംതിട്ട.